ഹായ് ഗായ്സ്. അപ്പോൾ ഇന്നും ഞങ്ങൾ വന്നിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ചലഞ്ചിന്റെ പേരാണ് ഷിജാസ്. വൺ ഹാൻഡ്, ടു ഹാൻഡ് ആൻഡ് നോ ഹാൻഡ്. യെസ്. അപ്പോൾ ഈ നോ ഹാൻഡ് എന്ന് ഉദ്ദേശിച്ചത് അപ്പോൾ ഈ റെഡ് പ്ലേറ്റിൽ കിട്ടുന്ന ആള് വിത്ത് നോ ഹാൻഡ് കഴിക്കണം. അതുപോലെ ഇത് ടു ഹാൻഡ് ഇത് കിട്ടുന്ന ആൾക്ക് കുറച്ച് എളുപ്പമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഇത് വൺ ഹാൻഡ് എങ്ങനെയാണെങ്കിലും കഴിച്ചോളണം. അപ്പൊ അതാണ് ചലഞ്ച്. ഐറ്റംസ് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട്. അപ്പൊ ഐറ്റംസ് ആണ് ഞങ്ങളിപ്പോ ചെയ്തത്. ചെയ്യാൻ പോണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങളിപ്പോ ഒരു ഗെയിമിലൂടെയാണ് ഈ കളർ ഞങ്ങൾ സെലക്ട് ചെയ്യണത്. ഈ കളർ സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ ഈ പറഞ്ഞ ഓർഡറിൽ ഞങ്ങൾ ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പൊ നമുക്ക് ഗെയിമിലോട്ട് കേറാം. അപ്പൊ ഗെയിം തുടങ്ങാൻ പോണേണ്. ഓക്കെ, ഫസ്റ്റ് സെലക്ട് ചെയ്തേക്കുന്ന ഐറ്റം നമ്മൾ പപ്പായ. അതില് എന്താവും അറിയില്ല സംഭവം. കള്ളക്കളി ഇല്ലട്ടാ. റെഡ് കള്ളക്കളി എടുക്കരുത്. റെഡ് കിട്ടണവര് അറിയാലോ നോ ഹാൻഡ്. ഈ പ്ലേറ്റ് അങ്ങോട്ട് തരും. പ്ലേറ്റ് എക്സ്ചേഞ്ച് ചെയ്യണം. ബ്ലൂ ടു ഹാൻഡ്, ഗ്രീൻ വൺ ഹാൻഡ്. പച്ചാൻ ഇട്ടേ. ഇരിക്കട്ടെ. ഞാൻ സെലക്ട് ചെയ്തതാ. അതെ, സെൻട്രലിൽ ഇരിക്കട്ടെ ആദ്യം. ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോണാണ്. ഫസ്റ്റ് എന്താ? അയ്യോ, വൺ ഹാൻഡ് കുറച്ച് സീനാണ്. എന്നാലും കുഴപ്പമില്ല. തെറ്റിദ്ധരിച്ചു പോയി. ടു ഹാൻഡ് ആന്ന് വിചാരിച്ചു പോയി. നോ ഹാൻഡ് ഇവിടെ കൊടുത്തേക്ക്. നോ ഹാൻഡ്. ബിനീഷിന്റെ അവസ്ഥ എനിക്കൊന്ന് കാണണം. എനിക്ക് ഒറ്റക്ക് പിടിച്ച് കഴിക്കാൻ കണ്ട. കയ്യില്ലാണ്ട് ഇത്ര ഉണ്ടല്ലോ. കയ്യില്ലാത്തവൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളിയായിട്ട് കഴിക്കുന്നുണ്ട്. കുഴപ്പമില്ല. കൈ പിടിച്ച് കഴിക്കുന്നത് ഞങ്ങളെ കാട്ടി സ്പീഡിൽ കഴിക്കുന്നുണ്ട്. ഞാൻ എനിക്കറിയില്ല. ദൈവന് ഭംഗിയായിട്ട് ഷൂ പോളിഷ് ചെയ്യാൻ അറിയാം. ഇത് മറ്റേ കുളത്തിലൊക്കെയാണ് കുളക്കോഴിനെ പോലെ. നല്ല സ്വാദുണ്ട് കേട്ടോ. വയറ് ഫുള്ളാവുന്ന വലിയ പിസ്സ. അതെ, ഇങ്ങനെ കഴിക്കാല്ലേ നമുക്ക്. ഇങ്ങനെ കഴിക്കാതെ. അതെ അതെ അതെ. മിനിഷേ കഴിക്കൂ. ഇതിപ്പോ നമ്മളെ കാട്ടി കൂടുതലാവും കഴിച്ചു കഴിഞ്ഞല്ലോ. അതെ, ഞാൻ പറഞ്ഞില്ലേ വിശപ്പുണ്ടെന്നോ മുതലാളി. പെട്ടത് പിന്നാണപ്പോ സീനാണ് ചക്കൻ. നമുക്കിനി അടുത്തൊരു ഗെയിമിലോട്ട്, അടുത്തൊരു ഐറ്റത്തിലോട്ട് വരാം. ഓക്കെ, അപ്പോൾ ഈ ഒരു കഷ്ടപ്പാട് കണ്ടില്ലേ? ഇതേപോലെ തന്നെ അപ്പോൾ അടുത്ത കുറച്ച് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നോ ഹാൻഡ് ആയിട്ട് കഴിക്കണം. അതെന്ത് സാധനമാണെങ്കിലും. ഇപ്രാവശ്യം ചായക്കടയുടെ ഒക്കെ അടയാളമായ പപ്പടയപ്പം. അതാണ് ഇപ്രാവശ്യം നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത്. നോ ഹാൻഡ് ആണെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടാവൂല. ഇതൊക്കെ വെറുതെ കടിച്ച് നശിപ്പിച്ചോളും. ഓക്കെ, അപ്പൊ ഒന്ന് ഒരു സിമ്പിൾ ആവട്ടെ എന്ന് വിചാരിച്ചു. ഫസ്റ്റ് എടുക്കരുത്, ഞാൻ ലാസ്റ്റ് എടുത്തിരുന്നു. അതേപോലെ എടുത്തോ. എന്റെ അടുത്തുള്ള തന്നെ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നു. തുറന്നു നോക്കാൻ പോണേ. ഓപ്പൺ ആക്കാൻ പോകുന്നു. എല്ലാവർക്കും അതേപോലെ തന്നെ സെയിം ആയിട്ട് കിട്ടി. എനിക്ക് സിമ്പിൾ ആയ സാധനം നോ ഹാൻഡ് ആയിട്ട് കിട്ടി. അപ്പൊ ഞാൻ ഇതൊരു പൊട്ടിക്കും. ഞാൻ സിമ്പിൾ ആണ്. സിമ്പിൾ നമുക്ക് കുഴപ്പമാണ് ശരിക്കും പറഞ്ഞാൽ. പാവുള്ളൂ അല്ലേ? അതെ. അപ്പൊ ഞങ്ങൾക്ക് ഇത് സിമ്പിൾ ആയിട്ടാണ്. ഇവന്മാർക്ക് പറ്റാത്തത് ഞാൻ സിമ്പിൾ ആയിട്ട് കാണിച്ചു തരും. കണ്ടാ പറ്റും. ആണോ? ഓക്കെ, കുഴപ്പമില്ല. ജുറാസിക് പാർക്കിന്റെ കുറച്ച് ശക്തി തരും എനിക്ക്. ഷഫിളായിട്ട് ചെയ്യാൻ പോണാണ്. ഇച്ചിരി ടാസ്ക് ഉള്ള ഐറ്റം ഉണ്ടാ. ഇത് സീനാണ്. ഇത് എങ്ങനെ കടിക്കും ഗൈസ് എനിക്കറിയില്ല. ഏത്
ഇതിങ്ങനെ വായ വെച്ചിട്ട് അടിച്ച് ഇങ്ങനെ അടിക്കണം. അങ്ങനെ കടിക്കണം. ഇത് പഴം പഴുത്തിട്ടില്ല, ചെറുതായിട്ട് ചെറുതായിട്ട്. അപ്പൊ നമുക്ക് അപ്പൊ ആ ഷിജാസി തന്നെ കടിച്ചോളും. അവനിക്ക് സുഖം എന്നാ പറയുന്നത്, സിമ്പിൾ ആണെന്നാ പറയണത്. ഓക്കെ, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഗൈസ്. എന്റെ പ്രാർത്ഥന എനിക്ക് സ്റ്റാർട്ട് ചെയ്തോട്ടെ? തീർച്ചയായിട്ടും. സ്റ്റാർട്ട് ചെയ്യാൻ ബിനീഷ് ആശാനിക്ക് ഭയങ്കര ഭാഗ്യമാണ് എപ്പോഴും. അതുകൊണ്ട് ഈ പ്രാവശ്യം അവനിക്ക് തന്നെ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഈ സൈഡിൽ തന്നെ ഞാൻ എടുത്തോളാം. അപ്പൊ ഗൈസ് ഓപ്പൺ ആക്കാൻ അപ്പോ കഴിഞ്ഞ പ്രാവശ്യത്തെ നിങ്ങൾ ഓർക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല, ഒരു 1 ലെയർ 2 ലെയർ ചലഞ്ച് നമ്മൾ കളിച്ചു. അപ്പൊ അതില് നമ്മളെ ഈ ബിനീഷിനാണ് എല്ലാം 1 ലെയർ കിട്ടിയത്, ബാക്കി എല്ലാവർക്കും 5 ലെയറും 10 ലെയർ. അപ്പൊ അതേപോലെ നോ ഹാൻഡ് പുള്ളി തത്തമ്മയാണ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാം ഇവനിക്ക് തന്നെയാണ് ഭാഗ്യം. അതുപോലെ അടുത്ത പ്രാവശ്യവും ഇവനിക്ക് തന്നെ കിട്ടുക ഞാൻ പ്രാർത്ഥിക്കുന്നു. നോ നോ വേ. അതെ, ഇതിൽ വിളിക്കലൊന്നുമില്ല, ഒറ്റക്കനെ കഴിക്കണം. അതാണല്ലോ ചലഞ്ച്. ആക്സെപ്റ്റ് ചെയ്യങ്ങട്. അപ്പോ ചലഞ്ച് തുടങ്ങാം. ചലഞ്ച് മാറിപ്പോയി. അപ്പൊ ബിനീഷേ തുടങ്ങിക്കോ. പ്ലേറ്റ് എക്സ്ചേഞ്ച് ചെയ്തില്ലല്ലോ. പ്ലേറ്റ് കറക്റ്റ് ആക്കണം. എനിക്ക് സിമ്പിൾ ആയിട്ട് കാണാം. ഇത് 2 ഹാൻഡ് ആയിട്ട് പോലും പൊളിക്കാൻ പറ്റുന്നില്ല. കുറച്ച് പഴുപ്പ് കുറച്ച് കുറവാണ്. കുറച്ച് അത് റോബോട്ടാണ്. വാ കൊണ്ട് കടിച്ചു അത് നോക്കണ്ട, അതാണ് ചലഞ്ച്. അതെ, പറ്റുന്നുണ്ട്. ഇത്രയും പോയി. പഴം അത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്താൽ കടിച്ചില്ല. നമ്മൾ വിളിച്ചാ പിന്നെ കഴിക്കാൻ സുഖമല്ലേ. അങ്ങനെയാണ് പിന്നെ കൈ നിനക്ക് 2 കൈയില്ലേ? ഇവിടെ അത് വിളിച്ചു കൊടുക്കുന്നുണ്ട്, എന്നിട്ടേലും കഴിക്കാൻ നോക്കാം നമുക്ക്. അതെ, വായിലും വെച്ചു കൊടുക്കായിരുന്നു. ജുറാസിക് പാർക്ക് അതിൽ കണ്ടിട്ടുണ്ടോ? അത് തന്നെ വീഴുന്ന ജുറാസിക് പാർക്കില്ലേ കറക്റ്റ് ആയിട്ട് മനുഷ്യന്റെ പകുതി അങ്ങനെ ഉണ്ട്. അതെ, അടുത്ത് നിന്ന് നമ്മ പോലും കഴിച്ചിട്ടില്ല. ഇതാണ് പറ്റൂലെന്ന് പറഞ്ഞു. ഇത് സുഖമായിട്ട് കടിക്കായിരുന്നു ഇയാൾക്ക്. പിന്നെ പയ്യെ കഴിച്ചാൽ മതി. 2 ഹാൻഡ് ആണോ? കൈയുണ്ടെങ്കിലും നമുക്ക് കാര്യങ്ങൾ സാധ്യമാവുന്നതാണ്. അപ്പൊ നമ്മുടെ ലാസ്റ്റ് ഐറ്റമായ ബിസ്ക്കറ്റിലോട്ട് ഉണ്ടാക്കിയത്. ഇപ്രാവശ്യം ബിസ്ക്കറ്റ് വെച്ച് എങ്ങനെയാണെന്ന് നമുക്കറിയാം. 1 ഹാൻഡ് 2 ഹാൻഡ് ആരോ റൂട്ട് ബിസ്ക്കറ്റ് ശരീരത്തിന്റെ ഉന്മാദം. ഞാനാണ് ഷഫിൾ ചെയ്യാൻ വേണ്ടി പോണത്. അതെ, ചെയ്തോ. ആരെ പഠിക്കാൻ. ഞാൻ ലാസ്റ്റ് എടുക്കുന്നു. അപ്പൊ ഞാൻ ഈ സൈഡിൽ തന്നെ എടുത്തിരിക്കുന്നു. അതെ, കുഴപ്പമില്ല. ഇത് ബിസ്ക്കറ്റിന് സീനില്ല. അതെ, സൂം ചെയ്തോളൂ ക്യാമറമാൻ. പ്ലേറ്റ് അവിടെ വെച്ചിട്ട് കഴിച്ചാൽ മതി കേട്ടോ. അതെ, അത് ഞങ്ങൾ കാണിച്ചു തരാം. ഇത് നാക്കിൽ ഒട്ടിച്ചിട്ട് കഴിക്കണം. കണ്ടിട്ടില്ലല്ലോ, ടെക്നിക്ക് കണ്ടിട്ടില്ലല്ലോ. കാണിച്ചു തരാം. അതാ കണ്ടോ? അതേപോലെ എനിക്ക് 1 ഹാൻഡ് എനിക്ക് ഇങ്ങനെ കഴിക്കാടാ.
ഇത് ഒരു വെല്ലുവിളിയായിട്ട് എടുത്തിട്ടാണ് ഞാൻ കഴിച്ചിരിക്കുന്നത്. കാരണം നമ്മളെ രാവിലത്തെ ഒരു പലഹാരം, മെയിനായിട്ട് പലഹാരമാണല്ലോ അരോട്ടും ചായ സിമ്പിളാണ് കഴിക്കുന്നത്. അതും കൂടെ കൈ മാറ്റും കഴിക്കുന്നത് പിന്നെ ജുറാസിക് പാർക്ക് ആയിരിക്കാൻ. അപ്പൊ ഈ ചലഞ്ചിൽ എല്ലാരും അടിപൊളിയായിട്ട് വിജയിച്ചിരിക്കുകയാണ് അല്ലേ? ഞാൻ ജയിച്ചിരിക്കുന്നു. അപ്പം ഇത് കൊള്ളാം. ഈ ഒരു ഐറ്റം നമ്മൾ ആദ്യമായിട്ട് എടുക്കണ എന്റെ ഫോട്ടോസ്റ്റാറ്റ് മെഷീനിൽ ഇപ്പൊ പേപ്പർ ഉള്ളിൽ പോകണ സുഖമായിട്ട് പോയി. എന്റെ ജീവിതത്തിൽ ഇതേപോലത്തെ ചലഞ്ച് എടുത്തിട്ടില്ല ശരിക്കും പറഞ്ഞാൽ അല്ലേ? അപ്പൊ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പൊ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ഇനി ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് അടിച്ചു പൊട്ടിക്കുക.